ഷിരൂർ ദൗത്യത്തിൽ ഏവരുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ. തെരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും ജനപ്രതിനിധി എന്ന നിലയിൽ സതീഷ് കൃഷ്ണസൈലിന്റെ ഇടപെടൽ നിർണായകമായിരുന്നു. കർണാടക നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിലാണ് ഷിരൂരിലെ മണ്ണിടിച്ചൽ. ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാരിനെതിരെ ഉയർന്നത് വ്യാപക പ്രതിഷേധം. പിന്നാലെ കേരളത്തിന്റെ കടുത്ത സമ്മർദ്ദവും. ഇതിനിടെയാണ് ഷിരൂർ ദൗത്യം ഏകോപിപ്പിക്കാൻ സ്ഥലം MLA സതീഷ് കൃഷ്ണസൈലിനെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിച്ചത്. നിയമസഭാ സമ്മേളനത്തിന് അവധി നൽകി MLA ഷിരൂരിൽ ക്യാമ്പ് ചെയ്തു. ദൗത്യം ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച നിരന്തര ഇടപെടൽ. That vehicle also we are not getting, and we have bought from National Institute of Technology. We are trying from all the sources, and we have bought from the Navy. We have bought the diving people also, but they have tried their level best, but the water is totally mixed with the mud. പ്രതികൂലമായ കാലാവസ്ഥയും ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്കും ദൗത്യത്തിന് പലതവണ വെല്ലുവിളിയായി. അപ്പോഴും തിരച്ചിൽ പൂർണ്ണമായി നിർത്തില്ലെന്ന MLAയുടെ വാക്കുകളാണ് ആശ്വാസമായത്. Now we got the body and we got the truck. Body, if administration and police department should take the action. If they doesn't want to claim any RNA, DNA, then they can carry also. If they need a DNA, then we will make the DNA, because since this body is whatever we have recovered from the cabin inside. ദൗത്യത്തിന്റെ 72ാം ദിനത്തിൽ അർജുന എന്ത് സംഭവിച്ചുവെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയപ്പോഴും അമരക്കാരനായി സതീഷ് കൃഷ്ണസൈൽ ഉണ്ടായിരുന്നു. 24 ഷിരൂർ.